രാവിലെ സന്തോഷമായിട്ടല്ലേ നമ്മളെല്ലാം വീട്ടിൽ നിന്ന് വന്നത്. ആ സന്തോഷം നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ യൂണിഫോം സന്തോഷമാണ്. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായി ചെയ്തിട്ടേ ഇരിക്കണം. ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് ചില ഡയലോഗുകളിൽ കൂടെ ആയിരിക്കും. നമ്മൾ ശരിയായി ചെയ്ത കാര്യങ്ങളെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സാമൂഹിക ഘടകങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം ക്ഷമിച്ചു, 2 ദിവസം ക്ഷമിച്ചു, 3 ദിവസം ക്ഷമിച്ചു, 4ാമത്തെ ദിവസം ഞാൻ പൊട്ടിത്തെറിച്ചു. അത് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്കെന്ത് പ്രത്യേകതയുള്ളത് അതിൽ? സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതങ്ങനെയാണ് എന്ന് ചിന്തിച്ച് അപ്പോഴും പുഞ്ചിരിയോടെ ജീവിക്കാൻ പറ്റിയാൽ അക്രോസ് ഓൾ ദ സെറ്റിങ്സ് ഓഫ് അവർ ലൈഫ് അങ്ങനെ നമുക്കായിരിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു യുണീക്ക്നെസ്, ഐഡൻറ്റിറ്റി അവിടെ നിലനിൽക്കും. COP 1D says that clinical care pathways are developed, consistently followed across all settings of care and reviewed periodically. That we can explain something like this. In our organization, we need to identify some proper clinical care pathways, and it should be for a long time, consistently it should be followed across all the settings, all the departments, all the areas of caregiving, and it should be reviewed. At least in a year we should create 2 new pathways. നമ്മുടെ ഹോസ്പിറ്റലിന് കൃത്യമായും സ്ഥിരമായി നിലനിർത്താൻ കഴിയുന്ന ട്രീറ്റ്മെൻറ്റ് പാത്വേസ് ഉണ്ടാക്കാൻ കഴിയണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ തന്നെയാണോ നടക്കുന്നതെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ആ റിവ്യൂവിൽ നിന്ന് മനസ്സിലാകും എന്ത് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം, അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. പുതുതായി 2 എണ്ണമെങ്കിലും നമുക്ക് ഒരു വർഷം ക്ലിനിക്കൽ കെയർ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. COP 1D 1Cയുടെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ്. ബട്ട് ഇവിടെ വരുമ്പോൾ നമ്മളിത് ഒരു എക്സലൻസ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ അക്രഡിറ്റേഷൻ 4 വർഷം കഴിഞ്ഞ് നിലനിർത്തുന്നതിന് നമുക്ക് വേണ്ടുന്നതാണ്. പക്ഷെ നമ്മുടെ സന്തോഷം നിലനിർത്തുന്നതിന് നമുക്ക് ഇപ്പോഴേ ഇത് പ്രാക്ടീസ് ചെയ്യാം. ഹാപ്പി ആയിരിക്കുക എന്നത് ഏറ്റവും മിനിമം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമല്ല കേട്ടോ. ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ് ഹാപ്പിനെസ്. അത് പേഴ്സണൽ ഹാപ്പിനെസ് ആണെങ്കിലും പ്രൊഫഷണൽ ഹാപ്പിനെസ് ആണെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ്. സോ എക്സലൻസ് ആണ് COP 1D.